എല്ലാവർക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് GSTR 9 ആനുവൽ റിട്ടേണിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2022-23 പല മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ വർഷത്തെ GSTR 9 ആനുവൽ റിട്ടേണിന്. അപ്പം നമ്മളിന്ന് പ്രാക്ടിക്കൽ സെക്ഷനാണ് ഇന്നിവിടെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതായത് എവിടെയൊക്കെയാണ് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഡിഫറൻസ് വരുന്നത്, എന്താണ് അത് നമ്മൾ കറക്റ്റായിട്ട് ഓരോ ടേബിളും ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് GSTR 9 പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് അതിൻ്റെ ലേറ്റ് ഫീസും അതിൻ്റെ ചേഞ്ചസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ആനുവൽ റിട്ടേൺ GSTR 9 സെക്ഷൻ 44 പ്രകാരം അപ് ടു 2 കോടി വരെ നമുക്ക് നില്ലാണ്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. 2 കോടി മുതൽ 5 കോടി വരെ GSTR 9 മാത്രം ഫയൽ ചെയ്താൽ മതി. 5 കോടിക്ക് മുകളിലാണെങ്കിൽ GSTR 9-ഉം 9C-യും ഫയൽ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് എല്ലാ വർഷവും 31 ഡിസംബർ ആണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം 31 ഡിസംബർ 2023 ആണ്. ഇനി ഇതിൻ്റെ ലേറ്റ് ഫീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ 5 കോടി വരെ 50 രൂപ പെർ ഡേ, 50 rupees, മാക്സിമം ഓഫ് 0.04% ഓഫ് ടേൺ ഓവർ. എബോവ് 5 crore ആണെങ്കിൽ 100 rupees പെർ ഡേ, മാക്സിമം ഓഫ് 0.04% ഓഫ് ടേൺ ഓവർ. 20 crore ഓർ മോർ ആണെങ്കിൽ 200 rupees പെർ ഡേ, മാക്സിമം ഓഫ് 0.5% ഓഫ് ടേൺ ഓവർ. അതാണ് അതിൻ്റെ ലേറ്റ് ഫീസ് ചാർട്ട്. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് 22-23 വന്നിട്ടുള്ളത്? 3 പ്രാവശ്യത്തോളം നമുക്ക് 3Bയുടെ GSTR 3B ഫോം ചേഞ്ച് വന്നിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂലൈ വരെ നമുക്ക് ടേബിൾ 4D1 ഇന്നെലിജിബിൾ ITC ആയിരുന്നു. എന്നാൽ ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെ 4D1 റീക്ലെയിം ആയിട്ട് മാറി. ആ ടേബിൾ ITC റീക്ലെയിം ആയിട്ട് മാറി. ഏപ്രിൽ ടു ഡിസംബർ ക്രെഡിറ്റ് നോട്ട്സ് നമുക്ക് ഗ്രോസ് ആയിട്ടാണ് ഓൾ അതർ ITC 4A5 വന്നിരുന്നു എങ്കിൽ ജാനുവരി ടു മാർച്ച് ക്രെഡിറ്റ് നോട്ട്സ് നെറ്റ് ആയിട്ടാണ് നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മുതൽ നമുക്ക് റിവേഴ്സൽ ആൻഡ് റീക്ലെയിം സ്റ്റേറ്റ്മെന്റ് എന്നും കൂടെ ഒരു ലെഡ്ജറും കൂടെ കോമൺ പോർട്ടലിൽ വന്നിട്ടുണ്ട്. റീക്ലെയിമിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇടാനും നമ്മൾ റിവേഴ്സലും റീക്ലെയിം ചെയ്യുന്നതിന് ഒരു സുതാര്യത വരുത്താനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പോർട്ടലിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് നമുക്ക് 3B ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പല രീതിക്കാണ് ആനുവൽ റിട്ടേണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് ആനുവൽ റിട്ടേൺ ചെയ്യുന്നതിനായിട്ട്? അപ്പൊ GSTR 9 സൈറ്റിൽ തന്നെ നമുക്ക് 3Bയുടെ സമ്മറി കിട്ടും, GSTR 1-ന്റെ സമ്മറി കിട്ടും, അതുപോലെ GSTR 9-ന്റെ ടോട്ടൽ ഡ്രാഫ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് 8A ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് കമ്പാരിസൺ ഷീറ്റ് GST പോർട്ടലിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ആനുവൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GSTR 9 ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു ആനുവൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ 3B, GSTR 1, റിവേഴ്സ് ചാർജ്, ITC എങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് 3Bയിൽ, അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, അമെൻമെന്റ്സ് വരുത്തിയിട്ടുണ്ട്, അത് 9ലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചു, പിന്നെ ഇന്നെലിജിബിൾ റിവേഴ്സ് ചാർജ്, ഈ ഡീറ്റെയിൽ എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു റീകൺസിലേഷൻ ആദ്യം തയ്യാറാക്കണം. B2B എത്രയാണ്, B2C എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും വെച്ച്. അപ്പം ആ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു GSTR 9 ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ 8Aയിൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. GSTR 9 കോമൺ പോർട്ടലിൽ നമുക്ക് 8A ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ആ 8Aയിൽ നമ്മൾ സമ്മപ്പ് ചെയ്തിട്ട് ടേബിളിൽ എന്താണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനകത്ത് ITC അവൈലബിലിറ്റി യെസ് ഓർ നോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കോമൺ പോർട്ടലിൽ 9 ഫയൽ ചെയ്യാനായിട്ട് പോകേണ്ടത്.
അപ്പം നമുക്കിനി ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നോക്കാം. നമുക്കിതൊരു ലെങ്തി വീഡിയോ ആണ്, കാരണം ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ആകുമ്പോൾ അതിൻ്റെതായ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആനുവൽ റിട്ടേണിന്റെ പോർട്ടലിലോട്ട് കടന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് GSTR 9 ഡ്രാഫ്റ്റ് കിട്ടും, GSTR 1 കിട്ടും. അതിന്റെ സമ്മറി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് 3Bയുടെ സമ്മറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിവിടെ 8A ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതാണ് ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചത്. അപ്പൊ നമുക്ക് ഓരോ ടേബിൾ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേബിൾ 4 ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസ് ഇൻവേർഡ് ഔട്ടോ സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഫൈനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ. അതാണ് നമ്മുടെ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എവിടുന്നാണ് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്? B2C എന്ന് പറയുന്നത് നമ്മുടെ GSTR 1ലെ 7 ടേബിൾ, GSTR 1ലെ 7 ടേബിൾ ആണ് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് B2C ലാർജ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർന്നാണ് നമുക്ക് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. B2C GSTR 9ലെ 4A, നമുക്ക് GSTR 1ലെ 7 + 5A ആണ് ഇവിടെ വന്നിട്ടുള്ളത്. B2B വരുന്നത് GSTR 1ലെ 4A ആണ് ഇവിടെ 4B ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ B2Bയുടെയും B2Cയുടെയും സ്പ്ലിറ്റപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഓരോ ഹെഡായിട്ട് 0 റേറ്റഡ് നമുക്ക് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യണം. SEZ ഡീംഡ് എക്സ്പോർട്ട്, അഡ്വാൻസ് വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ബട്ട് ഇൻവോയ്സ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ്. നമ്മൾ അഡ്വാൻസിന്മേൽ ടാക്സ് അടച്ചു, എന്നാൽ നമ്മൾ അതിന് ഇൻവോയ്സ് കൊടുത്തിട്ടില്ല, റേസ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളത് നമുക്ക് ഇവിടെ കാണിക്കാം. ഇൻവേഴ്സ് സപ്ലൈസിന്റെ RCM നമുക്ക് ഇവിടെ അല്ലാതെ തന്നെ ജനറേറ്റ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. പിന്നെ ക്രെഡിറ്റ് നോട്ട്സ്, ഡെബിറ്റ് നോട്ട്സ്, സപ്ലൈസ് declared through amendments, സപ്ലൈസ് ടാക്സ് റെഡ്യൂസ്ഡ് ത്രൂ അമെൻമെന്റ്സ്. അപ്പൊ ഇത് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ Kയും Lഉം അമെൻമെന്റ്സ്. ചിലർക്ക് മിക്കവാറും നമ്മളുടെ അമെൻമെന്റ് കഴിഞ്ഞിട്ടാണ് GSTR 1ന് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. സപ്പോസ് നമുക്ക് അങ്ങനെയല്ല, GSTR 1 പോലെ തന്നെ വേണമെങ്കിൽ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഗ്രോസ് ആക്കിയിട്ട് ഇവിടെ അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ Kയിലും Lലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 22, 23 നമ്മൾ അമെൻമെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കോളം എല്ലാം, ഈ ടേബിൾ 4ലെ എല്ലാ കോളംസും മാൻഡേറ്ററി ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ Kയും Lലും നമ്മൾക്ക് അമെൻമെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്പ്ലിറ്റപ്പ് കാണിക്കണം. പിന്നെ 21, 22 നമ്മൾ അമെൻമെന്റ് ആ വർഷത്തേക്ക് ചെയ്തു, അത് 22, 23 ചെയ്തതെങ്കിൽ അവിടെ സ്പിൽ ഓവർ ചേഞ്ചസിന് നമ്മൾക്ക് ഇവിടെ ഒരു സ്പ്ലിറ്റപ്പ് കാണിക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. ഇവിടെ അത് ചിലപ്പോൾ കുറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുറഞ്ഞിട്ടല്ല അതും കൂടി ചേർന്നാണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ Kയിലോ Lലോ കൂടുതലാണോ കുറവാണോ എന്നുള്ള മെൻഷൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് ടേൺ ഓവർ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ 4ലെ എല്ലാ കോളംസും തന്നെ മാൻഡേറ്ററി ആണ്. പിന്നെ അടുത്ത ടേബിൾ 5 ആണ്.
5 details of output supplies made during the financial year on which tax is not payable. ടാക്സ് വേണ്ടാത്ത നിൽ റേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് ഈ 5 ടേബിളിലെല്ലാം വരുന്നത്. ഈ 5 ടേബിളിൽ ഈ എക്സംപ്റ്റഡ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ പിന്നെ ഈ എക്സംപ്റ്റഡ് മാത്രം നമുക്ക് ഓപ്ഷണൽ ആണ്. ഇപ്പൊ എക്സംപ്റ്റഡിൻ്റെത് വേണമെങ്കിൽ നമുക്ക് നിൽ റേറ്റഡിൽ ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്കി എല്ലാം തന്നെ മാൻഡേറ്ററി ഫീൽഡ് ആണ്. സീറോ റേറ്റഡ്, SEZ, supplies which is tax to be paid by recipient RCM, nil rated, non-GST supplies, അതിന്റെ സബ് ടോട്ടൽ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ഇതിലൊരു ഓപ്ഷണൽ ഉള്ളത് നമുക്ക് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് വേണമെങ്കിൽ നമുക്ക് നിൽ റേറ്റഡിൽ നെറ്റ് ആയിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് കൊടുക്കാം. അല്ലാതെ ബാക്കി എല്ലാ കോളംസും തന്നെ ഇവിടെ മാൻഡേറ്ററി ആണ്. നിൽ റേറ്റഡും എക്സംപ്റ്റഡും നമുക്ക് ക്ലബ് ചെയ്ത് നിൽ റേറ്റഡിൽ കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ടേബിൾസിൽ ഡീറ്റെയിൽ ഉള്ളവർ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ 4ഉം 5ഉം നമുക്ക് ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു എങ്ങനെയാണത് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ടാക്സ് പേയബിളും പെയ്ഡും കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. IGST, CGST, SGST ഇത് മൂന്നും കൂടി കൂട്ടുന്നതാവണം ഇവിടെ ടാക്സ് പേയബിളും നമ്മൾ ത്രൂ ക്യാഷ് അടച്ചതും ത്രൂ ITC വഴി അടച്ചതും അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. 22, 23 എല്ലാ അമെൻമെന്റ്സ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ടേബിൾ 4 കൃത്യമായും കാണിക്കുക. 21, 22 ടേൺ ഓവർ, 22, 23 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്പെൽ ഓവർ ഇഫക്റ്റ് എന്ന് പറയാം. അത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കാണിക്കുകയോ കെയിലോ എല്ലിലോ നമുക്ക് റെഡ്യൂസ് ചെയ്യുകയോ കൂട്ടുകയോ ചെയ്യാം. ആ ഒരു എഫക്റ്റ് ടേബിൾ 9ലും കൂടി ആ ഒരു ചേഞ്ച് നമ്മൾ ഇവിടെ 21, 22 വേണ്ടി അടച്ചതാണെങ്കിൽ ഇവിടെ നമുക്ക് അതും കൂടി വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ടേബിൾ 4ഉം 9ഉം നമുക്ക് ടാലി ആവും. ഇനി 22, 23, 24 നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10 ടേബിളിൽ നമുക്ക് കാണിക്കാം. 10ലും 11ലും കൂടുതൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10ൽ കാണിക്കാം, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 11ൽ കാണിക്കാം. ഇപ്പോൾ 10ൽ ഞാനിപ്പോൾ ഒരു 100 രൂപ ടൈപ്പ് ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ടേബിൾ 14ൽ അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. നമ്മൾ പേ ചെയ്യുമ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷം അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരില്ലായിരുന്നു, നമ്മളായിരുന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ 22, 23 ടേൺ ഓവർ, 23, 24 നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10ലും 11ലുമായിട്ട് കാണിക്കുക. പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഫോർ ദി ഫൈനാൻഷ്യൽ ഇയർ ഡിക്ലെയർഡ് ഇൻ റിട്ടേൺസ് ഓഫ് ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ടിൽ ദി സ്പെസിഫൈഡ് പീരീഡ്. പിന്നെ ഇതിൽ ഔട്ട്വേർഡ് സംബന്ധിച്ച് ഒരു 1-2 സിനാരിയോസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ, സപ്പോസ് നമ്മൾക്ക് GSTR 1ലും നമ്മളുടെ ബുക്കിലെ ടാക്സും 1000 ആണ്, നമ്മുടെ GSTR 3Bയിൽ 800 ഉള്ളൂ. അങ്ങനെ വരികിൽ ഡിഫറൻസ് വരുന്ന 200 റുപ്പീസ് നമ്മൾ ഇവിടെ 4ൽ കറക്റ്റ് ചെയ്യണം. ഇവിടെ ടേബിളിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ടാക്സ് നമ്മൾ 3Bയിൽ, കാരണം GSTR 1 ആണ് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്, അപ്പൊ അവിടെ അത് കറക്റ്റ് ആയിട്ട് വരും. എന്നാൽ 3Bയിൽ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അത് ടേബിൾ 9യുമായിട്ട് ടാലി ആവില്ല. അപ്പൊ നമ്മളിത് ടേബിൾ 9ൽ അത് കൂടുതൽ അടച്ചിട്ട് DRC 03 വഴി ആ എക്സ്ട്രാ വരുന്ന ലയബിലിറ്റി പേ ചെയ്യണം. ഇനി അടുത്തൊരു സിനാരിയോ, നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് 3Bയിൽ കറക്റ്റ് അടച്ചു, നമ്മുടെ ബുക്ക് ITC കറക്റ്റ് ആണ്, എന്നാൽ GSTR 1ലും ബുക്കിലും കറക്റ്റ് ആണ്, എന്നാൽ GSTR 3Bയിലാണ് കൂടുതൽ നമ്മൾ കറക്റ്റ് അടച്ചു. 1ലും ബുക്കിലും 800 ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം 200 റുപ്പീസ്. അത് ഓട്ടോമാറ്റിക്കലി 3Bയുടെ ടാക്സുമായിട്ട് ഇവിടെ ടാലി ആവും. അപ്പൊ ഇവിടെ 800 ഉള്ളൂ 4ൽ, നമ്മൾ 3Bയിൽ 1000 അടച്ചു എങ്കിൽ GSTR 1ൽ എഡിറ്റ് ചെയ്താൽ നമുക്കിവിടെ 3B ആയിട്ട് മാച്ച് ആവും.
പിന്നെ നമ്മൾ CGST, SGST, IGST ഇവിടെ നമ്മൾ തെറ്റിക്കൊടുത്തു. IGSTക്ക് പകരം CGST, SGST ആണ് കൊടുത്തതെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. IGST കുറയ്ക്കുകയും കറക്റ്റ് CGST, SGST ആണ് നമ്മൾ പേ ചെയ്യേണ്ടിയിരുന്നെങ്കിൽ അതിൽ ആഡ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ടേബിൾ 9 ആ ഒരു ചേഞ്ച് വരുത്തിയിട്ട് DRC 03 ആ എക്സസ് CGST, SGST ആണോ ഏതാണോ നമ്മൾ കുറവ് അടച്ചത് അവിടെ നമ്മൾ കൂടുതൽ കാണിച്ചിട്ട് DRC വഴി അടച്ചിട്ട് ഏത് ഹെഡിലാണോ എക്സസ് പേ ചെയ്ത് അതിന് നമുക്ക് റീഫണ്ടിന് പോകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3-4 സിനാരിയോസ് ആണ് നമുക്ക് ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും വരുന്നത്. 21-22ന്റെ സ്പിൽ ഓവർ എഫക്റ്റ് വരാം, ഹെഡ് മാറി അടച്ചത് വരാം, അമെൻമെന്റ്സ് വരുന്നത് ഏതൊക്കെ ടേബിളിൽ കാണിക്കണം, ഏതൊക്കെ ടേബിൾ മാൻഡേറ്ററി ആണ് എന്നൊക്കെ നമ്മൾ ഔട്ട്വേർഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത് നമുക്ക് 6th ടേബിളിലോട്ട് പോവാം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ള ഒരു ഏരിയയാണ് 6, 7, 8 ടേബിള്. അപ്പൊ 6, 7, 8 ടേബിളില് എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റ് കാണിക്കേണ്ടത്, ഓരോ ഹെഡിലും ഇവിടെ എന്താണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്, എന്താണ് നമ്മൾ കൂടുതൽ കാണിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ തിരുത്ത് വരുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങ് മാറ്റാം. ഇവിടെ 4A എന്നാണ് GST 3Bയുടെ 4A എന്നാണ് ഇവിടെ ഒരു ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് നമുക്ക് വരുന്നത്. എലിജിബിൾ ITC ഈ ഒരു ടാക്സ് ആണ് നമുക്ക് 4A 6Aയില് 4A ടേബിൾ 4Aയില് ആണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. 4A സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റോപ്പുമായിട്ട് നമുക്ക് 4A താരതമ്യം ചെയ്യാം. ഒരു ബസ് സ്റ്റോപ്പിൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഒത്തുകൂടുകയും അവർ പല ഹെഡുകളിലേക്ക് പല ബസ്സുകളിലേക്ക് കയറി പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ബസ് സ്റ്റോപ്പിൽ വന്നാൽ മാത്രമേ ബസ് കയറി പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ 2Bയിലെ കംപ്ലീറ്റും 4Aയിൽ നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു ഗ്രോസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് എന്തൊക്കെ ഹെഡുകളിലാണ്, ഇവിടെ RCM ഉണ്ടെങ്കിൽ നമ്മൾ RCM സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ ടേബിളായിട്ട് നോക്കാം. ഇൻവേർട്ട് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ട്സ് ആൻഡ് ഇൻവേർട്ട് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ് സർവീസ് റിസീവ്ഡ് ഫ്രം SEZ. അപ്പം നമ്മളുടെ ടോട്ടൽ ഇൻപുട്സ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസ്. അപ്പൊ 22-23 ഒരു മാൻഡേറ്ററി ഉള്ളത് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും അവിടെ അതിന്റെ സ്പ്ലിറ്റപ്പ് ITC കാണിക്കണം. ഇൻപുട്സും ഇൻപുട്ട് സർവീസും നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്ത് ഇൻപുട്സിൽ കാണിച്ചാലും പ്രശ്നമില്ല. എന്നാൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അവിടെ സ്പ്ലിറ്റപ്പ് കാണിക്കണം. അതുപോലെ RCM ഇൻവേഴ്സ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ ലയബിൾ ടു റിവേഴ്സ് ചാർജ് upon which tax is paid and ITC availed. RCM അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന്റെ RCM അൺരജിസ്റ്റേർഡ് പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട ഇൻപുട്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസ്. ഇതിലും ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ അവിടെ സ്പ്ലിറ്റപ്പ് കാണിക്കണം. ഇൻപുട്ടും സർവീസും നമുക്ക് ഒരുമിച്ച് കാണിക്കാം. അതുപോലെ ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. അപ്പൊ ഇവിടെ ഞാനിപ്പോ ഫയൽ ചെയ്യുന്നതിൽ ഒരു 329 ഇൻപുട്ട് എനിക്ക് RCMലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻപുട്ടിന്റെ RCM നമുക്കിവിടെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു എന്തൊക്കെ സ്പ്ലിറ്റപ്പ് ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. RCM നമ്മൾ സ്പ്ലിറ്റപ്പ് കാണിച്ചു. പിന്നെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ കാണിക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസ്, ഇൻപുട്ട് ടാക്സ് റിസീവ്ഡ് ഫ്രം ISD. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഹെഡാണ് എമൗണ്ട് ഓഫ് ITC റീക്ലെയിംഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ആക്ട്. അപ്പൊ ഏറ്റവും നമ്മൾ റിവേഴ്സ് ചെയ്യുകയും റീക്ലെയിം ചെയ്യുകയും ചെയ്തത് 2022-23 ഫൈനാൻഷ്യൽ ഇയറിലാണെങ്കിൽ അങ്ങനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് റീക്ലെയിം ചെയ്ത ITC നമ്മളെ 6Hൽ ഈ ഒരു 6Hലാണ് കാണിക്കേണ്ടത്. അത് നമ്മൾ കാണിച്ചു. പിന്നെ നമുക്ക് ഇതിനകത്ത് ട്രാൻസാക്ഷണൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം.
അതിൻ്റെ ട്രാൻ 1 ട്രാൻ 2 ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കാണിക്കണം. പിന്നെ നമുക്ക് പലർക്കും സംശയം തോന്നുന്ന ഒരു ഏരിയയാണ് 6M. കാരണം 2021-22 ITC 22-23 ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. അപ്പൊ അങ്ങനെയുള്ള ITC നമ്മൾ ഇവിടെ കാണിക്കണോ വേണ്ടയോ അങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് 3 ഓപ്ഷൻ പറയാം. കാരണം ഫസ്റ്റ് ഓപ്ഷൻ നമുക്കതവിടെ കാണിക്കുവാണെങ്കിൽ 2021-22 ITC നമ്മൾ 21-22 ITC 22-23 കാണിക്കുവാണെങ്കിൽ അവിടെ ഒന്നുകിൽ നമ്മൾക്കിവിടെ കാണിക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് ആ 6M 2700-ഉം 22,950 ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പൊ കാണിച്ചാൽ നമുക്ക് എന്ത് എഫക്റ്റ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാണിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 6Jയിൽ ഒരു ഡിഫറൻസ് വരും. ഇല്ല നമ്മളിവിടെ കാണിക്കുന്നില്ലെങ്കിൽ ഈ ഡിഫറൻസ് നമുക്ക് 8Dയിൽ പോവും. അപ്പൊ കാണിച്ചില്ലെങ്കിൽ നമുക്ക് 9C ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഒരു റീസൺ കൊടുക്കാം. ഇത് പിന്നെ 21-22 നമ്മൾ ITC 22-23 ക്ലെയിം ചെയ്തതാണെന്ന്. കാരണം 21-22 GSTR 9 8Cയിൽ നമ്മൾ ഈ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കാണും. അതുകൊണ്ട് തന്നെ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. പിന്നെ കൂടുതൽ സുതാര്യത വരുത്താനും നമുക്ക് നോട്ടീസ് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്കിവിടെ ഇത് കാണിക്കാം. 21-22 ITC 22-23 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തത് നമ്മളിവിടെ കാണിച്ചു തൽക്കാലത്തേക്ക് 6M. അപ്പം നമ്മളിപ്പോൾ 3 ഹെഡിലായിട്ട് ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്തു. 4A ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നത് RCM കാണിച്ചു, റിവേഴ്സ്ഡ് ആൻഡ് റീക്ലെയിംഡ് ITC കാണിച്ചു, 21-22 22-23 നമ്മൾ ക്ലെയിം ചെയ്ത് കാണിച്ചു. അതിന്റെ ബാലൻസ് നമ്മൾ ഇതെല്ലാം പോയിട്ടുള്ളത് 32-20-753 32 അത് പോയിട്ടുള്ള ITC നമ്മൾ ഇവിടെ കുറയ്ക്കുകയും ചെയ്തു. ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നതിൽ നിന്നും നമ്മൾ പല ഹെഡിലേക്ക് കാണിച്ചതിന് ശേഷം അതിൽ നിന്നും ഇത് കുറച്ചിട്ടാണ് 35-77-301 നിന്നും 329-353-517 2700 അതുപോലെ C+Sലും കുറവ് ചെയ്തതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പം നമുക്ക് അത് തിരികെ ടോട്ടൽ ITC അവൈൽഡിൽ തന്നെ ഈ അവൈൽഡ് ITCയിൽ തന്നെ തിരിച്ച് നമ്മൾ എത്തും. അപ്പൊ നമ്മളൊരു സ്പ്ലിറ്റപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊക്കെ ഹെഡുകളിലാണ് ITC ക്ലെയിം ചെയ്യുന്നുള്ള സ്പ്ലിറ്റപ്പ് ആണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ സ്പ്ലിറ്റപ്പ് കാണിച്ചു. അടുത്ത ടേബിളിൽ നമ്മൾ പോയി 7 ടേബിൾ ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സ്ഡ് ആൻഡ് ഇൻഎലിജിബിൾ ITC ഫോർ ദി ഫൈനാൻഷ്യൽ ഇയർ. ഇവിടെ ആസ് പെർ റൂൾ 37 ഉണ്ട്, ആസ് പെർ റൂൾ 39 ഉണ്ട്. റൂൾ 37 റിവേഴ്സ്ഡ് ITC ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സിൽ നമുക്ക് റൂൾ 37 പ്രകാരം ടാക്സ് നമ്മൾ സപ്ലയർക്ക് പേയ്മെന്റ് നൽകിയിട്ടില്ലെങ്കിൽ ITC റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. റൂൾ 39 പ്രകാരം ISD പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ വന്ന ITC റിവേഴ്സൽ ഉണ്ടെങ്കിൽ കാണിക്കാം. റൂൾ 42 പ്രകാരം എക്സംപ്റ്റഡ് ഗുഡ്സിന്റെ ITC സംബന്ധിച്ചത് നമുക്കിവിടെ കാണിക്കാം, റിവേഴ്സൽസ് കാണിക്കാം. ക്യാപിറ്റൽ ഗുഡ്സിന്റെ ITC റിവേഴ്സൽസ് 43-ൽ കാണിക്കാം. മറ്റു ബ്ലോക്ക്ഡ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടത് 17(5)-ൽ കാണിക്കാം. ട്രാൻ 1 ട്രാൻ ക്രെഡിറ്റിൽ കാണിക്കാം, ട്രാൻ 2 ക്രെഡിറ്റ്. അപ്പൊ ഇത്രയും റിവേഴ്സൽസ് പല ഹെഡിലുകളുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡീറ്റെയിൽ അറിയാമെങ്കിൽ നമുക്ക് ഈ അതാത് ഹെഡുകളിൽ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്രാവശ്യം നമുക്ക് എത്ര വേണോ അത് H1 H2 H3 എന്നും പറഞ്ഞ് നമുക്ക് റിവേഴ്സൽ ചെയ്തതിന്റെ ഈ പറഞ്ഞ് A മുതൽ G വരെ അല്ലാതെ ഉള്ളതിൽ പല ഇന്നെലിജിബിളും റിവേഴ്സലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എത്ര വേണോ, കഴിഞ്ഞ വർഷം ഈ ഒരു ചേഞ്ച് ഇല്ലായിരുന്നു, ഒരു ഒറ്റ H എന്നുള്ള ഒരു ടേബിൾ ഒരു കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമുക്കിവിടെ പ്ലസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വേണോ ആഡ് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്.
അപ്പം ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് റിട്ടേൺ ഈ ഒരു ഹെഡിൽ കാണിച്ചു. എന്നിട്ട് റിവേഴ്സൽ റീക്ലെയിംഡ് ITC, ഞാനത് ആദ്യം നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് റീക്ലെയിം ചെയ്യും. അങ്ങനെ ആദ്യം റിവേഴ്സൽ ചെയ്തപ്പോൾ എന്താണോ കാണിച്ചത് അതിവിടെ കാണിച്ചു. എന്നിട്ട് നമ്മളുടെ ഇൻഎലിജിബിൾ ITC, ഇൻഎലിജിബിൾ ITC കാണിച്ചു. അപ്പം നമുക്ക് നെറ്റ് ITC അവൈലബിൾ ഫോർ യൂട്ടിലൈസേഷൻ ഇവിടെ ജനറേറ്റ് ആയി. നെറ്റ് ITC ഇതാണ് നമ്മളുടെ കറക്റ്റ് യൂട്ടിലൈസേഷൻ. ഇതാണ് നമുക്ക് 9Cയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നെറ്റ് ITC നമ്മളുടെ GSTR 3Bയിലെ 4C ആയിട്ടാണ് ടാലി ആവേണ്ടത്. ഇവിടെ 3,43,273 അത് തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. 3,43,273. അതുപോലെ നമുക്കിവിടെ IGST 3205536 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 32550,536. അപ്പൊ ഇതാണ് നമ്മളുടെ നെറ്റ് ITC. അപ്പോൾ നമ്മൾ 6Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. എന്നിട്ട് അടുത്ത കോളത്തിൽ എന്തൊക്കെ റിവേഴ്സൽ ആണോ നമ്മൾ 22, 23 ചെയ്തത് അത് നമ്മൾ ഓരോ കോളത്തിലായിട്ട് റിവേഴ്സൽ കാണിച്ചു. നമുക്ക് അടുത്ത ടേബിളിൽ ഇതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ടേബിൾ 8A, അപ്പം ഞാനിവിടെ 8A ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടു അത്. നമ്മൾ 8A ഡൗൺലോഡ് ചെയ്തതിനെ സമ്മപ്പ് ചെയ്ത് ഇതാണ് ഈ ഒരു 8A, ഇതാണ് എനിക്ക് ഗ്രീനിൽ കാണുന്നതാണ് എനിക്ക് അവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ 8A ആണ് എനിക്ക് ഇതിന്റെ സമ്മപ്പ്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേണും RCയും. അപ്പോൾ പർച്ചേസ് റിട്ടേൺ RCയും ഈ 8A ഡൗൺലോഡിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് അവിടെ 8Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആവുന്നത്. ഈ CDNRA, CNRA ഇതെല്ലാം മൈനസ് ആയിട്ടാണ് അവിടെ നമുക്കിത് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. ഇപ്പൊ 3207 ഇതാണ് ഞാൻ അവിടെ പർച്ചേസ് റിട്ടേണും ഇല്ല RCയും ഇല്ല, അത് പോയിട്ടുള്ളതാണ് ഇവിടെ ഡൗൺലോഡ് ആവുന്നത്. പിന്നെ 8Bയിൽ എന്താണ് ITC ആസ് പെർ സം ടോട്ടൽ ഓഫ് 6B ആൻഡ് 6H. ഈ രണ്ട് കോളത്തിന്റെയും സമ്മപ്പാണ് നമുക്ക് 8Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. അപ്പൊ നമുക്കൊന്ന് 6ലേക്ക് നോക്കാം. അവിടെ 6B ഏതാണ്, 6H ആണ്. 6B എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടോട്ടൽ ITCയും 6H എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ITC റീക്ലെയിം ചെയ്ത ITCയും നമ്മളുടെ നെറ്റ് ITCയും, അതായത് 21, 22ലേക്കുള്ളതും RCയും ഒന്നും എല്ലാം പോയിട്ടുള്ള ITC ആണ് നമ്മൾക്ക് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. 8Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. ഇതിലെ ഓരോ സിനാരിയോസ് നമ്മൾ ഈ ഒരു ഫയലിംഗ് കാണിച്ചിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം 8A നമുക്ക് പർച്ചേസ് റിട്ടേണും RCയും പോയിട്ട് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നു. നമുക്ക് 6Bന്ന് 6Hഉം കൂടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നു. പിന്നെ ITC ഓൺ ഇൻവേഴ്സ് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ട്സ് supplies liable to reverse charge includes service received from SEZ receiving during the financial year but availed in the next financial year up to specified period. Up to specified period നമ്മൾക്ക് ഈ വർഷം November 30th, അതായത് November 30th എലിജിബിൾ ITC നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുള്ളവയാണ് ഈ കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേർക്ക് സംശയമുള്ളത് റിവേഴ്സൽ റീക്ലെയിമും ചെയ്തത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, 22, 23, 24 റീക്ലെയിം ചെയ്തത് കാണിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ GSTR 9 നമ്മുടെ ആനുവൽ റിട്ടേൺ തന്നെ ടെക്നിക്കലി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇവിടെ നമ്മൾ ആ റീക്ലെയിം ചെയ്ത ITC കാണിക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഡിഫറൻസ് ഫോം ചെയ്യും. കാരണം ഓൾറെഡി നമുക്ക് 8Bയിൽ അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ 8Aയും 8Bയിലും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഫിഗേഴ്സിനെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ നമ്മളിത് കാണിക്കുന്നത്. സപ്പോസ് ഇതിനകത്ത് ഒരു ടെക്നിക്കൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമ്മൾക്ക് റീക്ലെയിം കോളത്തിൽ ഈ ഒരു 8Cയിൽ കാണിക്കാം.
അല്ലെങ്കിൽ നമ്മൾ ഈ റീക്ലെയിം ചെയ്തതും റിവേഴ്സൽ ചെയ്തതും മാറ്റിയിട്ട് എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയത് മാത്രം ഇവിടെ കാണിക്കുക. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇത് നമ്മൾ സിനാരിയോ വൈസ് ഒന്നുകൂടി ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഈ ഒരു ITC ആണ് 1845 രൂപയാണ് ഞാൻ എടുക്കാൻ വിട്ടുപോയ ITC ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ എനിക്കിവിടെ ഒരു ഡിഫറൻസ് വന്നു. 3,69,000 IGSTയിലെ ഡിഫറൻസ് വന്നു. CGSTയിലും SGSTയിലും 2,791 രൂപയാണ് എനിക്ക് വന്നത്. അപ്പൊ ഈ 2,791 രൂപയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അത് നമ്മളുടെ 6th റീക്ലെയിം ആൻഡ് റിവേഴ്സൽ ചെയ്ത ITC ആണ് അവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു 8Dയിൽ ഡിഫറൻസ് മിക്കവാറും 90% ആനുവൽ റിട്ടേണുകളിൽ ഒരു ഡിഫറൻസ് വരാം. കാരണം 8Dയിൽ ഈ പല ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതിലും റിവേഴ്സൽ റീക്ലെയിമും പർച്ചേസ് റിട്ടേൺ നെറ്റ് ആയിരുന്നു, ഗ്രോസ് ആയിരുന്നു, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ 8Dയിൽ നമുക്ക് ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്രാവശ്യത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ 8Dയിൽ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ അതിന്റെ എന്തുകൊണ്ട് ഏത് ഫിഗറാണ് നമുക്ക് അവിടെ ഡിഫറൻസ് വന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി വെച്ച് കൊണ്ട് മാത്രമേ നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നോട്ടീസ് വരുമ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ IGSTയിൽ വന്ന 369 എന്താണെന്ന് നമുക്ക് നോക്കാം. IGSTയിൽ വന്നിരിക്കുന്ന 369 ഈ 6th ടേബിളിൽ നമ്മൾ ഈ ഒരു റീക്ലെയിം ചെയ്ത 3,53,517 അതുപോലെ പർച്ചേസ് റിട്ടേൺ ഏപ്രിൽ ടു ഡിസംബർ ആയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്. ആ 15,518 ആ ഒരു 2 ഡിഫറൻസ് ആണ് ഇവിടെ 8Dയിൽ എനിക്ക് ഡിഫറൻസ് ആയിട്ട് വന്നത്. അപ്പൊ 369,036 റീസൺ എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, അതുപോലെ റീക്ലെയിം ചെയ്ത ITC ആണ്. കാരണം ഇവിടെ 8Aയിൽ പർച്ചേസ് റിട്ടേൺ പിന്നെ പോയിട്ടുള്ള ഫിഗറാണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്നാൽ 8Bയിൽ അത് ഗ്രോസ് ആയിട്ടാണ്. അത് ഗ്രോസ് വരാൻ കാരണം ഈ എന്റെ ക്ലയന്റിന് പർച്ചേസ് റിട്ടേൺ ഏപ്രിൽ ടു ഡിസംബർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 6Bയിൽ അത് ഗ്രോസ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡിഫറൻസ് ഇവിടെ വന്നു. അതുപോലെ റീക്ലെയിം ചെയ്ത ITCയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഡിഫറൻസ് ആണ് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അടുത്തത് ഇവിടെ ഇന്നെലിജിബിൾ ITCയുടെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇന്നെലിജിബിൾ ITC ഈ ഇന്നെലിജിബിൾ ITC ആയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടെ ഡിഫറൻസ് വരാത്തത്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നെലിജിബിൾ ITC 8Aയിൽ ഗ്രോസ് ആണ്, 8Bയിലും ഗ്രോസ് ആണ്. ആ ഗ്രോസ് ആണ് നമ്മൾ 7Hൽ റിവേഴ്സ് ചെയ്തത്. അപ്പൊ ഇവിടെ പ്ലസും ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിഫറൻസ് വരാത്തത്. സപ്പോസ് നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഇന്നെലിജിബിൾ ITC ഈ ഒരു ടേബിളിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു ഡിഫറൻസ്, ഇവിടെ ഒരു പോസിറ്റീവ് ഡിഫറൻസ് വരും. അപ്പം നമ്മൾ ഇവിടെ ഇയിലോ എഫിലോ കൂടെ കാണിക്കുക. സപ്പോസ് നിങ്ങൾക്ക് 8D ഡിഫറൻസിൽ ഇന്നെലിജിബിൾ ITCയും കൂടെ വരികയാണെങ്കിൽ ഇയിലും എഫിലുമായിട്ട് ഏതാണ് സ്യൂട്ടബിൾ ടേബിൾ അവിടെ നിങ്ങൾക്ക് അത് കാണിക്കാവുന്നതാണ്. ഇന്നെലിജിബിൾ ITC ഇവിടെ ഇപ്പൊ എനിക്ക് വരാത്തത് ഇതിൽ രണ്ടിലും അത് ഗ്രോസ് ആയതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഇവിടെ വരാത്തത്. ഇനി 8G IGST paid on import goods, IGST credit availed on import of goods, അതിന്റെ ഡിഫറൻസ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ലാപ്സ് ഈ നോട്ട് അവൈൽഡ് ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡിൽ വരും, ITC അവൈൽഡ് ബട്ട് ഇന്നെലിജിബിൾ വരും. അപ്പൊ ഇങ്ങനെയുള്ളത് ഇവിടെ ലാപ്സ് ആവും. അപ്പൊ ഇതാണ് 8 ടേബിൾ. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഈ ഡിഫറൻസിന്റെ വരുന്ന കാര്യമൊക്കെ സംശയം തോന്നും. അപ്പൊ ഇതാണ് ഇതിന്റെ റീസൺ, ഈ സംശയം വരുന്നതിന്. ഇനി നമുക്ക് അടുത്ത ടേബിളിലോട്ട് പോവാം. 9 ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ 3B വഴി അടയ്ക്കുന്ന ടാക്സ് ആണ് ഇവിടെ വരുന്നത്. എന്തെങ്കിലും നമ്മൾക്ക് അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിക്ക് 21, 22 കൂടുതൽ അടച്ചെങ്കിൽ ഇവിടെ നമുക്കത് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. IGST, CGST, SGSTയിൽ ഹെഡ് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയും അങ്ങനെയും വേണമെങ്കിൽ ഒരു ചേഞ്ച് വരുത്താം.
പിന്നെ ഈ 9നെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ 4, 5, 6, 7, 8, 9 7ഉം 9ഉം ഇത്രയും ടേബിൾ 22, 23 നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് റിഫ്ലക്റ്റ് ആകുന്നത്. 22, 23, 23, 24 നമ്മൾ എന്തെങ്കിലും അമെൻമെന്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ 10, 11, 12, 13ലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. നമ്മൾ 8Cയിൽ കൊടുത്തത് 13 ടേബിളിലും കൂടെ കൊടുക്കണം. ഈ 10ഉം 11ഉം ടേബിള് നമുക്ക് മാൻഡേറ്ററി ആണ്. 7H മാൻഡേറ്ററി ആണ്. 8ല് എല്ലാം മാൻഡേറ്ററി ആണ്. 9ഉം 10ഉം 11ഉം മാൻഡേറ്ററി ആണ്. 12ഉം 13ഉം മാൻഡേറ്ററി അല്ലെങ്കിൽ കൂടിയും 9C ഒക്കെ ഉള്ളവര് ഈ 2 കോളവും കൂടി ഫില്ല് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ചെക്ക് ചെയ്യാനും നമ്മളുടെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ 12ലും 13ലും കൂടി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ ഇവിടെ ഡിസ്പ്ലേ ആയി. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ 22, 23, 24 നമ്മൾ പ്ലസോ മൈനസോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി 14 ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമ്മൾ 10ലോ 11ലോ ചെയ്യുന്ന അമെൻമെന്റ്സ് ഇവിടെ പ്ലസോ മൈനസോ ഓട്ടോ പോപ്പുലേറ്റ് ആവും. അതിനനുസരിച്ച് നമ്മൾ ടാക്സ് DRC വഴി പേ ചെയ്ത് കൊടുക്കണം. പിന്നെ 15 നമുക്ക് എന്തെങ്കിലും ഡിമാൻഡോ റീഫണ്ടോ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം ഓപ്ഷണൽ ടേബിൾസ് ആണ്. കോമ്പോസിഷൻ സപ്ലൈസ് റിസീവ്ഡ് ഫ്രം കോമ്പോസിഷൻ ടാക്സ് പെയറിന്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ 17 ടേബിള് നമുക്ക് മാൻഡേറ്ററി ആണ്. എല്ലാവർക്കും 17 ടേബിള് മാൻഡേറ്ററി ആണ്. അപ്പൊ ഇതിൽ തോന്നുന്ന ഒരു സംശയം, നമ്മൾ എന്തെങ്കിലും അമെൻമെന്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ GSTR 1ന്റെ അത് തന്നെയാണോ കൊടുക്കേണ്ടത്, അതോ അമെൻമെന്റിന് ശേഷം വരുത്തുന്നതാണോ? അപ്പൊ എന്താണോ നമ്മളിവിടെ ഈ 4ലും 9ലും ഒക്കെ നമ്മൾ അമെൻമെന്റ്സ് വരുത്തി ആസ് പെർ നമ്മളുടെ കറക്റ്റ് ആനുവൽ റിട്ടേൺ ഫിഗർ എന്താണോ, അതായത് നമ്മൾക്കിവിടെ ടോട്ടൽ ടേൺ ഓവർ 5N + 10 - 11 ഈ ഒരു ഫിഗർ ആണ് നമ്മളുടെ ടോട്ടൽ ടേൺ ഓവർ. അതിനനുസരിച്ചുള്ള പിന്നെ HSN ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. സപ്പോസ് GSTR 1ൽ നിന്ന് എന്തെങ്കിലും അമെൻമെന്റ്സ് 9ൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള HSN ആണ് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇൻവേർഡിൻ്റെത് നമുക്ക് പിന്നെ ഓപ്ഷണൽ ആണ്. ഇത് കൊടുക്കാതിരിക്കാം. മാൻഡേറ്ററി ഔട്ട്വേർഡിന്റെ ആണ്. ഇൻവേർഡിന്റെ HSN മാൻഡേറ്ററി അല്ല. 19 ലേറ്റ് ഫീ പേ ചെയ്തതും പെയ്ഡും. ഇത് ഇത്രയും ടേബിൾസ് ആണ് ആനുവൽ റിട്ടേണിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമ്മൾക്കൊരു 3-4 സിനാരിയോസ് നോക്കാം. കാരണം ഒരുപാട് പേർക്ക് ഈ ITC ആയിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ 4Aന്ന് 4Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത 3B നിന്നും 4A ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ 2700 രൂപ ആദ്യം പറഞ്ഞ പ്രകാരം കാണിക്കുന്നില്ല എന്ന് വരികില് ആ ഒരു 8D ഡിഫറൻസ് മെൻഷൻ ചെയ്യാനാണ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണിക്കുന്നില്ല, അതും കൂടി നമ്മൾ ഇവിടെ ഗ്രോസ് ആക്കി ഇട്ടു. ഗ്രോസ് ആക്കി ഇട്ടു. അപ്പം നമ്മളുടെ 6Aയിൽ ഇവിടെ ഡിഫറൻസ് ഇല്ല. 21, 22 ഇവിടെ ഗ്രോസ് ആണ്. നമ്മൾ 6Hഉം ഇതും മാത്രമേ ബ്രേക്കപ്പ് കൊടുത്തുള്ളൂ. അപ്പൊ 6Jയിൽ നമുക്ക് ഡിഫറൻസ് വന്നില്ല. എന്നാൽ നമ്മൾക്കിത് എങ്ങനെയാണ് 8Dയിൽ ഇത് റിഫ്ലക്റ്റ് ആകുന്നത് എന്ന് നോക്കാം. 8Dയിൽ നമ്മൾക്ക് ആ ഒരു ഫിഗറും കൂടി ചേർന്നാണ് ഇവിടെ നമുക്ക് ഡിഫറൻസ് വരുന്നത്. അതായത് പർച്ചേസ് റിട്ടേൺ, റീക്ലെയിംഡ് ITC പ്ലസ് 21, 22ലും കൂടെ ചേർന്ന് നമ്മൾക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വരും. അപ്പൊ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ടേബിൾസ് തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരിടത്ത് നമുക്ക് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഡിഫറൻസ് വരാം. അല്ല, ഇവിടെ നമ്മൾ കാണിക്കുവാണെങ്കിൽ 8ൽ ആ ഒരു ഡിഫറൻസ് കുറഞ്ഞിരിക്കും. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം,
6ൽ വരുന്ന എല്ലാം നമ്മളുടെ 22, 23 എല്ലാം നമ്മളിവിടെ കാണിക്കുന്നു. അതുപോലെ നമ്മളുടെ ടോട്ടൽ റിവേഴ്സലുകളെല്ലാം തന്നെ 7Hൽ കാണിക്കുന്നു. എല്ലാ റിവേഴ്സൽസും ഇവിടെ കാണിക്കുന്നു. 21, 22 3 ഓപ്ഷൻസ് ഞാനിവിടെ പറഞ്ഞു. 21, 22 ITC ഇവിടെ കാണിച്ചാൽ എന്ത് സംഭവിക്കും, കാണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നുകിലും നമ്മൾക്കിവിടെ ഒന്നും കാണിക്കാതിരിക്കാം. ഇതിന് നമുക്ക് 9Cയിൽ റീസൺ കൊടുത്താലും മതിയാവും. അപ്പൊ 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 6Mൽ കാണിക്കാം, 9Cയിൽ റീസൺ നൽകാം, കറക്ഷൻസ് ഒന്നും ഇവിടെ ചെയ്യാതിരിക്കാം. ഇനി 22, 23 ITC നമ്മൾ ഓരോ സിനാരിയോ ആയിട്ട് ഞാൻ പറയുവാണ് എവിടെ എങ്ങനെ വന്നാൽ എവിടെയാണ് കാണിക്കേണ്ടതെന്ന്. 22, 23 ITC 23, 24 നമ്മൾ ക്ലെയിം ചെയ്തു, വേറെ എങ്ങും ക്ലെയിം ചെയ്തില്ല, വിട്ടുപോയി. നെക്സ്റ്റ് സബ്സിക്വന്റ് ഇയർ ക്ലെയിം ചെയ്തെങ്കിൽ നമ്മൾ 8Cയിൽ കാണിക്കും. ഇനി അത് തന്നെ ITC റിവേഴ്സ്ഡ് 22, 23 റിവേഴ്സ് ചെയ്തു, റീക്ലെയിം ചെയ്തതും 22, 23 തന്നെയാണ്. 22, 23 ITC റിവേഴ്സ് ചെയ്തു, റീക്ലെയിം ചെയ്തതും 22, 23 തന്നെയാണെങ്കിൽ നമ്മളത് 6Hൽ കാണിക്കും. റീക്ലെയിം ചെയ്തത് 6Hൽ കാണിക്കും. അത് റിവേഴ്സ് ചെയ്തത് 7Hൽ കാണിക്കും. അത് തന്നെ നമുക്ക് 8Dയിൽ ഡിഫറൻസ് ആയിട്ടും വരും. അപ്പോൾ ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത് 22, 23 റിവേഴ്സ് ചെയ്തിട്ട് 22, 23 തന്നെ റീക്ലെയിം ചെയ്തത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 6Hൽ നമ്മൾ കാണിച്ചു, 7Hൽ റിവേഴ്സ് ചെയ്തു, 8Dയിൽ ഒരു ഡിഫറൻസ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് റീക്ലെയിം ചെയ്യുകയും റിവേഴ്സ് ചെയ്യുകയും ചെയ്ത ITC 8Dയിൽ ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വഴി അത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിന്റെ കാര്യം പറഞ്ഞു. 4A എന്ന് പറയുന്ന ടേബിൾ ഒരു ബസ് സ്റ്റോപ്പ് ആണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ആ ബസ് സ്റ്റോപ്പിലെത്തി, നമ്മൾ ഒരാളെ കാണാനായിട്ട് ഒരു സ്ഥലം വരെ പോയി. ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ തിരികെ റിവേഴ്സ് വന്നു, തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും 4Aയിൽ നമ്മൾ വീണ്ടും ബസ് സ്റ്റോപ്പിൽ വന്നു, ആളെ കാണാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം അവിടെ പോയി? അപ്പോ 2 പ്രാവശ്യം നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി. ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഇവിടെയും. കാരണം ആദ്യം നമ്മൾ 4Aയിൽ 3B ഫയൽ ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. 10,000 രൂപ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതിനെ നമ്മൾ 4B2യിൽ റിവേഴ്സ് ചെയ്തു, 10,000 രൂപ റിവേഴ്സ് ചെയ്തു. അടുത്ത പ്രാവശ്യം ഗുഡ്സ് വന്നു, വീണ്ടും നമ്മൾ 4A5ൽ ആ 10,000 ആഡ് ചെയ്യുന്നു. അപ്പൊ 2 പ്രാവശ്യം 4A5ൽ ഇത് ആഡ് ആയി കിടക്കുന്നു. 2 പ്രാവശ്യം ആ റിവേഴ്സൽ റീക്ലെയിം ചെയ്ത ITC ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് 8Dയിൽ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കാലിറ്റി നമ്മൾ കൃത്യമായും മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഈ ഒരു നോട്ടീസിന് നമുക്ക് മറുപടി നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓഫീസർക്ക് ഈ ഒരു ടെക്നിക്കാലിറ്റി ചിലപ്പം അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ എന്തുകൊണ്ടാണ് റീക്ലെയിം ചെയ്യുകയും റിവേഴ്സ് സെയിം വർഷം റീക്ലെയിം റിവേഴ്സൽ ചെയ്യുന്ന ITC 8Dയിൽ ഡിഫറൻസ് വരുന്നത്? അതിന് റീസൺ നമുക്ക് 4A5ൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരികയും അത് റിവേഴ്സ് ചെയ്യുകയും റീക്ലെയിം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 3Bയിലെ 4A5ൽ 2 പ്രാവശ്യം ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അതായത് ഇച്ചിരി കൂടി സുതാര്യമായിട്ട് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ 2 പ്രാവശ്യം എത്തി, ഇവിടെ 2 പ്രാവശ്യം ആ ഒരു റീക്ലെയിം റിവേഴ്സൽ ITC ആഡ് ചെയ്ത് കിടപ്പുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ സ്പ്ലിറ്റപ്പ് എടുത്തത്. ഇവിടെ 8Dയിൽ വരുന്നത് ആ ഒരു 6Bയും 6Hഉം ആണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി പർച്ചേസ് റിട്ടേൺ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടും വീണ്ടും ഇവിടെ 7ൽ റിവേഴ്സ് ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് 8Dയിൽ വീണ്ടും പർച്ചേസ് റിട്ടേൺ ഇവിടെ റിവേഴ്സ് ചെയ്തു, എന്തുകൊണ്ടാണ് 8Dയിൽ എനിക്ക് ഈ ഒരു ഡിഫറൻസ് വരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ April to
ഡിസംബർ നമുക്ക് ക്രെഡിറ്റ് നോട്ട്സ്, അതായത് പർച്ചേസ് റിട്ടേൺ പോലെയുള്ള ക്രെഡിറ്റ് നോട്ട്സുകൾ ഇവിടെ ഗ്രോസ് ആയിരുന്നു. ജാനുവരി ടു മാർച്ച് അത് നെറ്റ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഗ്രോസ് ആയതുകൊണ്ടാണ് 8D ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. സപ്പോസ് ജാനുവരി ടു മാർച്ച് ആണ് എന്റെ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഇതിവിടെ നെറ്റ് ആണ്. ഞാൻ ഇവിടെ 7H ഒന്നും തന്നെ കാണിക്കേണ്ടതില്ല. കാരണം അത് റിവേഴ്സ് ചെയ്തതിന് ശേഷമാണ് എനിക്കിവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നത്. ഞാനിവിടെ ജാൻ ടു മാർച്ച് ആണെങ്കിൽ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഒരാൾക്ക് പർച്ചേസ് റിട്ടേൺ ജാനുവരി ടു മാർച്ചും ഉണ്ട്, ഏപ്രിൽ ടു ഡിസംബറും ഉണ്ടെങ്കിൽ ഏപ്രിൽ ടു ഡിസംബർ മാത്രം ഇവിടെ കാണിച്ചാൽ മതി. ജാനുവരി ടു മാർച്ച് ഇത് നെറ്റ് ആയതുകൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്ത 22-23 ITC നമ്മൾ 23-24 റിവേഴ്സ് ചെയ്തത്. അത് നമ്മൾ ഈ ഒരു ടേബിൾ റിവേഴ്സൽ ഓഫ് ITC അവൈൽഡ് ഡ്യൂറിംഗ് പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ ഇവിടെയാണ് നമ്മൾ അത് കാണിക്കേണ്ടത്. 22-23, 23-24 റിവേഴ്സ് ചെയ്തത് ഇവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. 22-23 ITC റിവേഴ്സ്ഡ് in 22-23 and reclaimed in 23-24. അതാണ് ആദ്യം നമ്മൾ ഒരു ഡൗട്ട് പറഞ്ഞത്. ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇവിടെ ഇത് കാണിക്കണമെന്ന്. അപ്പൊ അതിനകത്ത് ഒരു 2 ഓപ്ഷൻ പറയാം. 22-23 ITC നമുക്ക് ആദ്യം ഇവിടെ 6ൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ 6ൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് റീക്ലെയിം കോളത്തിൽ വരില്ല. കാരണം നമ്മൾ 23-24 റീക്ലെയിം ചെയ്തത്. ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത് റിവേഴ്സ് ചെയ്ത് 7H മാത്രം കാണിക്കുക. 22-23 ITC നമ്മൾ 22-23 റിവേഴ്സ് ചെയ്തു, അതിവിടെ മാത്രം കാണിക്കുക 7H. 23-24 നമ്മൾ റീക്ലെയിം ചെയ്തത്. അപ്പോൾ റീക്ലെയിം ചെയ്തത് ഇവിടെ കാണിക്കുവാണെങ്കിൽ ഇവിടെ ആ ഒരു ഡിഫറൻസ് കൂടും. കാരണം റീക്ലെയിം ചെയ്തത് സബ്സിക്വന്റ് ഇയറിലാണ്. അപ്പോൾ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ആ ഒരു റീക്ലെയിം ചെയ്ത ITC ഇവിടെ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 8Dയിൽ ആ ഒരു മിസ്മാച്ച് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 22-23 ITC 23-24 റീക്ലെയിം ചെയ്തത് 7H മാത്രം റിവേഴ്സൽ കാണിക്കുക. 23-24 അതായത് നെക്സ്റ്റ് ഇയറിലെ GSTR 9 6H അതിന്റെ സ്പ്ലിറ്റപ്പ് കാണിക്കുക. ഈ 7H അതായത് 23-24 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 22-23 നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് റീക്ലെയിം ചെയ്യാതെ ചെയ്തത് ഇവിടെ നമ്മളുടെ നെക്സ്റ്റ് ഇയർ GSTR 9 കാണിക്കുകയും അങ്ങനെ അത് സെറ്റ് ഓഫ് ആയി പോവുകയും ചെയ്യും. അതാണ് 2 ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി 22-23 ITC നോട്ട് ക്ലെയിംഡ് ബിഫോർ നവംബർ 30. അപ്പൊ നവംബർ 30 ആയിരുന്നു നമുക്ക് ITC ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ്. എന്നാൽ നമ്മൾ അത് 22-23 നമ്മൾ അത് ക്ലെയിം ചെയ്തില്ല. 23-24 നവംബർ 30 വരെയും ക്ലെയിം ചെയ്തില്ല എന്ന് വരികിൽ ഇവിടെ 8Aയിൽ അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡിൽ ടൈപ്പ് ചെയ്ത് അത് നമ്മൾ ലാപ്സ് ആക്കി കളയണം. ഇവിടെ നമ്മളത് 8Eയിലും കൂടെ കാണിക്കണം ആ ഒരു ഇത്. എന്നിട്ട് നമുക്ക് DRC വഴി അത് റിവേഴ്സലും കൂടെ കാണിക്കണം. 22-23 ITC നോട്ട് റിവേഴ്സ്ഡ് ടിൽ നവംബർ 30. നവംബർ 30 വരെയും നമ്മളത് റിവേഴ്സൽ ഒന്നും കാണിച്ചിട്ടില്ല. റിവേഴ്സ് ചെയ്യേണ്ടതായിരുന്നു നവംബർ 30-നുള്ളിൽ. റിവേഴ്സൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ 7H റിവേഴ്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നേരിട്ട് DRC 03 വഴി ആനുവൽ റിട്ടേൺ അല്ലാതെ തന്നെ റിവേഴ്സൽ ചെയ്യാം. ഇനി ഈ ബുക്ക് ക്രെഡിറ്റില് നമ്മൾക്ക് എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ടെങ്കിൽ 3Bയിൽ ഇപ്പൊ കൂടുതലാണ് നമ്മൾ എടുത്തത്, എന്നാൽ ഇവിടെ അത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഇവിടെ എന്താണോ കറക്റ്റ് നമുക്ക് വേണ്ടത്, നമ്മൾ ഒരു 23-24 ഒന്നും ആ കറക്ഷൻസ് വരുത്തിയിട്ടില്ല. ബുക്ക് ക്രെഡിറ്റും 2Aയിൽ വന്നിട്ടുള്ളതും 1000 ആണ്. 3Bയിൽ നമ്മൾ 800 ക്ലെയിം ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾക്ക് അതിവിടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയത് നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾക്ക് ഇന്നെലിജിബിൾ ആക്കി വിടണം. ക്ലെയിം ചെയ്യാത്തത് ഇന്നെലിജിബിൾ ആക്കി വിടുക. എന്നാൽ 2Aയിൽ 800 വന്നിട്ടുള്ളൂ.
GSTR 3Bയിൽ 1000 ഉണ്ട്. നമ്മൾ കൂടുതൽ ക്ലെയിം ചെയ്തു. കൂടുതൽ ക്ലെയിം ചെയ്താലും നമ്മളത് 7Hൽ റിവേഴ്സ് ചെയ്യണം. നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, നവംബർ 30 വരെ എടുത്തില്ലെങ്കിലും ആ ഒരു റിവേഴ്സൽ ചെയ്യണം. DRC 03ലും ചെയ്യുക, ഇവിടെ റിവേഴ്സലും കാണിക്കുക. ഇനി റോങ് അവൈൽമെന്റ് ഓഫ് IGST, CGST, SGST. IGSTക്ക് പകരം CGST, SGST നമ്മൾ ക്ലെയിം ചെയ്തെങ്കിൽ ഇവിടെ CGST, SGSTയിൽ കുറയ്ക്കുക, IGSTയിൽ കൂട്ടുക. അപ്പം നമ്മളുടെ 8 ടേബിളിൽ കറക്റ്റായിട്ടായിരിക്കും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുക. അത് 6Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ആ മിസ്മാച്ച് കറക്റ്റ് ആവും. ഇനി ഇൻവോയ്സ് റേസ് ചെയ്തത് 22, 23ലാണ്. ഗുഡ്സ് റിസീവ് ചെയ്തത് 23, 24ലാണ്. അതായത് നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്തു, ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് 3Bയിൽ വന്നു. 3Bയിൽ അത് വന്നു. എന്നാൽ ഗുഡ്സ് വരാത്തതുകൊണ്ട് നമ്മളത് 4B2ൽ റിവേഴ്സ് ചെയ്തു. അങ്ങനെ വരികിൽ GSTR 9ല് 7Hൽ മാത്രം ആ റിവേഴ്സൽ കാണിച്ചാൽ മതി. അടുത്ത വർഷം GSTR 9ല് 6Hൽ അത് വന്നോളും. അത് നമ്മൾ കുറച്ചു മുമ്പ് റിവേഴ്സലിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. 7Hൽ മാത്രം ആ റിവേഴ്സൽ കാണിക്കുക. 22, 23ല് നമ്മൾ 4B2ൽ റിവേഴ്സ് ചെയ്ത് 7Hൽ മാത്രം കാണിക്കുക. തൊട്ടടുത്ത വർഷം റീക്ലെയിം ചെയ്തത് 23, 24ല് ഫൈനാൻഷ്യൽ ഇയറിലെ GSTR 9ല് റീക്ലെയിമിൽ 6Hൽ കാണിക്കുക. ഇനി RCM ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമുക്ക് RCM ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ 4Aയില് 6Aയില് RCM കൂടി ഓട്ടോ പോപ്പുലേറ്റ് ചെയ്താണ് വരുന്നത്. അത് നമുക്ക് ഈ വർഷം മാൻഡേറ്ററി ആയിട്ട് അതിന്റെ സ്പ്ലിറ്റപ്പ് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയമുള്ളത്, 22, 23ല് RCM 23, 24ലാണ് ഞാൻ പേ ചെയ്തതെങ്കിൽ അതിവിടെ കാണിക്കണോ? അത് RCMന്റെ കേസിൽ ഇവിടെ 4Gയില്, അതായത് നമ്മുടെ ഫസ്റ്റ് ടേബിളില് ഇവിടെ നമ്മൾ അടയ്ക്കുന്ന RCM ഈ 4Gയിൽ അതാത് വർഷങ്ങളിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി. 23, 24ലാണ് നമ്മൾ കാണിച്ചെങ്കിൽ അടുത്ത വർഷത്തെ GSTR 9, അതായത് 23, 24ലെ GSTR 9 4Gയിൽ ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നോളും. 22, 23ലെ RCM ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. അത് മാത്രം നമ്മൾ 6 ടേബിളിൽ എടുത്താൽ മതി. 23, 24ലാണ് നമ്മൾ 22, 23 വർഷത്തേക്ക് വേണ്ടി നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ അത് ഈ വർഷം കാണിക്കേണ്ടതില്ല. അടുത്ത വർഷം അത് GSTR 9ല് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നുകൊള്ളും. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറെ സിനാരിയോസും കൂടി നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പല പല സിനാരിയോസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. സ്പിൽ ഓവർ എഫക്റ്റ് ഡിസ്കസ് ചെയ്തു. 21, 22ല് 22, 23ല് ഔട്ട്വേർഡ് വന്നാൽ എന്ത് ചെയ്യണം, ഇൻവേർഡ് വന്നാൽ എന്ത് ചെയ്യണം, HSN എങ്ങനെ ചെയ്യണം, ടേബിൾ 9 എപ്പോഴൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങൾ നിങ്ങൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഈ പറഞ്ഞ സിനാരിയോസ് വഴി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആനുവൽ റിട്ടേൺ തെറ്റുകൂടാതെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കമന്റുകളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക.